अयो अयो हरामजादे समझता क्या हूं मैं आपको मैं तुझे नहीं छोड़ूंगा एक बार मुझे जेल से छूटे दे साले मैं तेरी माँ को तेरे बाप को तेरे भाई को तेरे बहन को सबको खत्म कर दूंगा अबे छोड़ो मुझे अयो 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 എന്താ പ്രശ്നം വക്കീലേ? ഒന്നും പറയണ്ട വക്കീലെ, ആ കേറ്റിക്കൊണ്ടുപോകാൻ അറിയില്ലേ? അത് ഗുപ്ത കൊലക്കേസിലെ നരസിംഹനല്ലേ? ആ സിംഹത്തിന് ഇന്ന് ജാമ്യം കിട്ടി. പിന്നെന്തിനാ അയാളെ കൊണ്ടുപോകുന്നത്? ജാമ്യത്തൊക്കെ കെട്ടി വെക്കാത്തോണ്ട് ബെയിൽ ക്യാൻസൽഡ് പോരെ. എന്റെ ഓഫീസിലെ പിയൂൺ ആ ഗോവിന്ദൻകുട്ടിയില്ലേ, ആ ചെറ്റയിടയിൽ കെട്ടിവെക്കാനുള്ള കാശ് കൊടുത്തു വിട്ടതാ. അവൻ അത് കൊണ്ട് മുങ്ങി. ഇപ്പൊ ഈ ചിങ്ക എന്നെ പിടിച്ച് വിഴുങ്ങുമെന്നാ പറയുന്നത്. എടോ, അയാളെ തനിക്കറിയാമോ? അയാൾ 8 കൊല ചെയ്താ. അതാ അയാൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോയത്. അയാളുടെ ജാതകത്തിൽ 9 കൊലയ്ക്ക് സ്കോപ്പ് ഉണ്ട്. എന്നാ അയാൾ തന്നെ തട്ടി. ചിങ്ക അകത്തുനിന്ന് ഇറങ്ങുമ്പോ ഞാൻ പുറത്തുണ്ടായിട്ട് വേണ്ടേ? താനവിടെ പോകും. ആ ഗോവിന്ദൻകുട്ടിയെ കൊന്നിട്ട് അയ്യോ അകത്ത് പോകും. അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ്. അയ്യോ ഇങ്ങോട്ട് വേണോ? സാറോട് ഉണ്ടായിരുന്നോ? കോട്ടിട്ടുണ്ട്, ആളറിഞ്ഞില്ല. ഗുഡ് മോർണിംഗ്. അയാൾ പറഞ്ഞിട്ട് പോണ കേട്ടു തന്നെ കൊല്ലൂന്ന്. അതൊന്നും നടക്കാൻ പോകുന്നില്ല. മുതലാളി എന്റെ കൂടെ ഉള്ളപ്പോ അവൻ എന്നെ ഒന്നും ചെയ്യില്ല, അതെനിക്കറിയില്ലേ. അതല്ല, അതിനുമ്പ് തന്നെ ഞാൻ കൊല്ലും. എന്തിനാ? ഈടോ താനൊക്കെ ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തൊരു ഭാരമാണ്. I am only 80 kilos. ഈടോ തന്നെ എടോ കണ്ണുണ്ടൂടെടോ. ഇപ്പൊ കാണാം. തന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിരുന്നില്ലേ ഏതെങ്കിലും ഒരു ബാങ്കിൽ കള്ളപ്പേരിൽ അക്കൗണ്ട് തുടങ്ങി എനിക്കൊരു ലോക്കർ എടുത്ത് തരണമെന്ന്. അക്കൗണ്ട് തുടങ്ങാൻ കാശില്ല. അതിന്റെ ഇടയിലാണ് ഈ ജാമ്യം കയറി ജാമായി പോയത്. സാരമില്ല, ഞാൻ സാറിന് ലോക്കപ്പിലാക്കാം. എന്താ? അല്ല, ലോക്കർ എടുത്ത് തരാം. നാളെ അവസാനത്തെ ദിവസമാണ്, തെറ്റിക്കാൻ തന്നെ വെച്ചേക്കൂല. വക്കീലെന്ന് പറഞ്ഞ് വെറുതെ നടക്കുക. കാശിന് വകയില്ല. പോക്കുവരവിന്റെ ചെലവ് കൂടി ഞാൻ കൊടുക്കണം. പ്രായം കുറഞ്ഞ ഒരുത്തനെ വളച്ചെടുത്തുന്ന് ചീത്ത പേര് എനിക്ക്. അതിലെത്തിരി സത്യമില്ലേ സാവിത്രി അമ്മേ? അച്ഛന്റെ അസിസ്റ്റന്റ് വക്കീലെന്ന് പറഞ്ഞിവിടെ നിന്നപ്പോ ഈ നമ്പീസച്ചൻ കോടതി വരാന്ന് കണ്ടിട്ടില്ല. ചായ അച്ഛൻ മരിച്ചപ്പോ ഞങ്ങൾ കാണായിട്ട് ഒരാള് വീട്ടിൽ വേണല്ലോ എന്ന് കരുതി ഇവിടെ നിർത്തിയതാ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോളെ അല്ല, തമ്പുരാൻ തന്നെ പറ. വല്യത്തം വക്കീലുമായിട്ടുള്ള ബന്ധം കൊണ്ടല്ലേ ഇന്നും തമ്പുരാൻ വരെ ഇയാളെ സഹിക്കുന്നത്. എനിക്കങ്ങനെ കേസൊന്നുമില്ലല്ലോ. ആ കുഞ്ഞുണ്ണി ഈ ആഴ്ച അമേരിക്കയിൽ നിന്ന് വരും. കണ്ടവരൊക്കെ കയറി തോന്നിവാസം കാണിച്ചത് കൊണ്ട് വീട്ടിലെ ഫോൺ ഡിസ്കണക്ട് ചെയ്തു. അതുകൊണ്ട് എഴുത്തോ ടെലഗ്രാമോ വന്നാൽ ഇങ്ങോട്ട് അയക്കാൻ ഏർപ്പാടാക്കിയിരിക്കുക. അത് വല്ലതും വന്നാൽ അറിയിക്കണം. അത്രയും പറയാൻ ഇറങ്ങിയതാ. തമ്പുരാൻ ധൈര്യമായിട്ട് പൊക്കോളൂ, അക്കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. പിന്നെ ആ പൊതുവാളിന്റെ ഇല്ല, അവനെ ഇനി ആ പഠിക്കാത്ത കയറ്റുന്ന പ്രശ്നമില്ല. ഞങ്ങളെ നോക്കാനാ അവനെ വെച്ചത്. പിന്നെ കള്ളു കുടിച്ച് ബോധമില്ലാത്ത അവനെ നോക്കാൻ വേറൊരാളെ വെക്കേണ്ടി വന്നു. ആരും വേണ്ട. എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ ഞാനൊരു വിവരം കെട്ടവനാണെന്ന്? എഴുതി വെച്ചിട്ടില്ല. എന്തായടോ ആ പൊതുവാളിന്റെ കാര്യം? അയാളെ കണ്ടോ? കണ്ടു. എന്റെ മുതലാളി ഒരു കുപ്പി കള്ളിന് വേണ്ടി എന്ത് തന്തയില്ലായ്മയും കാണിച്ചോണ്ട് നടന്നിട്ടവനാ അവൻ. ഇപ്പൊ ഏതോ അമ്പലത്തിലോ പള്ളിയിലോ പോയി ധ്യാനിച്ച് കള്ളുകൂടി നിർത്തി സത്യവും ധർമ്മവും പറഞ്ഞുകൊണ്ട് നടക്കുക. 10-30,000 മലയാളികളുള്ള ഈ ബോംബെയിൽ മുതലാളി അയാളുടെ മുപ്പിൽ തെറ്റെന്ന് ചാടിയല്ലോ. മുതലാളിയുടെ കഷ്ടകാലം എന്നല്ലാതെ ഞാൻ എന്താ പറയാ? അപ്പോ അവനൊരുത്തനെ ഒതുക്കി കിട്ടിയാൽ എന്റെ കാര്യം താനേറ്റു. അതേ ഏറ്റു. മറ്റേ കാര്യങ്ങളൊന്നും എന്റെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം കൊക്കം വളർത്തുന്നു. ആ കൊക്കല്ല മുതലാളി, ഈ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അതൊന്നും ഒരു കുഞ്ഞു അറിയില്ല. പൊയ്ക്കോ, കോർട്ടിൽ നിന്ന് കാണാം. കുട്ടിക്ക് എന്താണ് എന്റെ ഓട്ടോഗ്രാഫ്? ഞാനൊരു ഫാനാ. എന്താ പേര്? എലീന. എന്താ ഇവിടെ? ലോ പ്രാക്ടീസ് ചെയ്യാൻ ഇന്ത്യയിൽ വന്നതാ. ഓഹോ, നമ്പീശൻ വക്കീലെന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ വഴിയില്ലോ. കണ്ടതിൽ സന്തോഷം. എന്ത് രസാ, നേരിൽ കണ്ടപ്പോ ഞാൻ അന്തിച്ചു പോയി. പ്രായമുള്ള ഒരാളാവുന്ന ഞാൻ പേര് കേട്ടപ്പോ വിചാരിച്ചത്. ഇത്രയും യങ്ങാവൂന്ന് ഞാൻ കരുതിയതേയില്ല. പുറത്ത് പഠിച്ചു വളർന്നതുകൊണ്ട് മനസ്സിൽ തോന്നിയത് ഒളിച്ചു വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ഒരു തരം ലവ് ആണ് എനിക്കിപ്പോ നമ്പീട്ടനോട്. കുട്ടി വെറുതെ പറഞ്ഞതാവും. ഞാൻ കുട്ടിയൊന്നുമല്ല, എന്നെ എലീനാന്ന് വിളിച്ചാ മതി. ആയിക്കോട്ടെ. ഇനി എപ്പോഴാ കാണാ? വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കുന്നില്ലേ? ക്ഷണിക്കാം. എലീനയുടെ ഫോൺ നമ്പർ തരും, ഞാൻ വിളിക്കാം. Many happy returns of the day, രഘുവീർ പട്ടി. പട്ടിയല്ല ഭട്ടി. ഭട്ടി.
ഇവിടുത്തെ പഴയ കമ്മീഷണറാ. ആഹാ. അവർക്കൊക്കെ ഇപ്പോഴും എന്റെ കാര്യത്തിൽ താല്പര്യമുണ്ട്. ഇവിടെ ഒരുത്തൻ ഉള്ളതും ഇല്ലാത്തതും എല്ലാം ഒരുപോലെയാ. അല്ല, ഞാനും വെച്ചിട്ടുണ്ട്. ആ, കൊറേ കാലായി കേക്കാൻ തുടങ്ങിട്ട്. വെച്ചിട്ടുണ്ട്. ഈ വെച്ചിട്ടുണ്ടെന്ന് പിന്നെ പറഞ്ഞു. അത്താഴ ശീവേലി തൊഴുതിട്ടേ ഞങ്ങൾ വരും. മലാടിന്ന് ഇവിടെ വരെ വരാൻ തന്നെ 1.5 മണിക്കൂറാവും. ഞങ്ങൾ വൈകും. നമ്പീശം കഴിച്ചിട്ട് കിടന്നോളൂ. എന്നെയും കാത്തിരിക്കണ്ട. എന്റെ കയ്യിൽ താക്കോല് വേറെ ഉണ്ട്. ആക്ച്വലി ഇപ്പൊ വയസ്സ് എത്രയായി? പിറന്നാൾ ദിവസമാണ് വയസ്സ് ചോദിക്കുന്നു. ഒന്ന് നോക്ക്. ഹലോ എലീന. കാത്തിരുന്ന് മടുത്ത് ഞാനും ഫോൺ വരും എന്ന് പറഞ്ഞ് എത്ര നേരം ആ കാത്തിരിക്കുക. താടക വീരാളിപ്പട്ട് ചുറ്റി ഇപ്പോഴല്ലേ കെട്ടിയെടുത്തത്. ഇനി നാട് മുഴുവൻ തെണ്ടി തിരിഞ്ഞ് എത്തുമ്പോഴേക്കും രാത്രിയാവും. ഇങ്ങനെ നമ്പീശേട്ടനെ ഒറ്റയ്ക്കൊന്ന് കിട്ടാൻ ഞാൻ എത്ര നാളെ ആഗ്രഹിക്കുന്നു അറിയൂ. ഈ ഷെൽഫില് മുഴുവൻ ചേട്ടന്റെ ബുക്കുകളാ? നമ്പീശേട്ടന്റെ ഓഫീസില്ലേ? ഇത്രയും വലിയ വീടുള്ളപ്പോ ഇനി എന്തിനാ വേറൊരു ഓഫീസ്? അപ്പോ പ്രതികളുടെ ഫയലുകളും മറ്റും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. എവരിതിങ് അണ്ടർ മൈ കൺട്രോൾ. I'm feeling very thirsty. കുടിക്കാൻ എന്താ തരുക? എന്താ വേണ്ടത്? കോള, പെപ്സി, ഫാൻഡ, ഫ്രൂട്ടി? ഫ്രഷ് ജ്യൂസ് ഒന്നുമില്ലേ? പിന്നെന്താ, ഫ്രഷ് ജ്യൂസ് ഉണ്ടാക്കി തരാം. only 5 minutes. എന്താ, എന്ത് പറ്റി? What happened? മുട്ടിയിടിച്ച് വീണു. ഓ, ഞാൻ വിചാരിച്ച താടക വന്ന് കയറി. എവിടെ നോക്കട്ടെ. ജ്യൂസ് എവിടെ? ഓ, ഇപ്പൊ കൊണ്ടുവരാം. എന്താ? ഒന്നുമില്ല. ജ്യൂസ്? ജ്യൂസ് ഇപ്പൊ കൊണ്ടുവരാം. തന്നോട് ആരെവിടെ വരാൻ പറഞ്ഞത്? നീ എന്താ വിചാരിച്ചേ? നീ മനുഷ്യ കാണുമ്പോ ഞാൻ മരത്തി കാണും. നീ ഇയാളും കൂടെ പണവും പറ്റിച്ച് മുങ്ങാനുള്ള പരിപാടിയല്ലായിരുന്നോ? तुम पास आए यूं मुस्कुराए जाने ഇവിടെ വേണോ? ഇവിടെ എന്താ ആർക്കായി ജ്യൂസ്? നിനക്ക്? എനിക്കോ? ആ പാട്ടക്കാരൊന്ന് മാറ്റാൻ പറഞ്ഞിട്ട് എത്ര കാലായി? വഴിക്കത് പഞ്ചറായി, ടയർ മാറ്റി, വീണ്ടും പഞ്ചറായി, ഇനി വീണ്ടും ടയർ മാറ്റി മലാട് വരെ എത്തുമ്പോഴേ അമ്പലവും പൊട്ടി തിരുമേനി 7 ഒഴുക്കം കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് ഒരു ടാക്സി പിടിച്ച് ഞങ്ങൾ ഇഞ്ഞു പോന്നു. ആ വർക്ക്ഷോപ്പുകാരനോട് വണ്ടി നന്നാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ വെറുതെ കിടന്ന് ചുമക്കുന്നത്? മരുന്ന് എടുത്ത് കഴിച്ചൂടെ? നമ്പീശൻ ആരോട് സംസാരിക്കണേ? നിന്റെ അമ്മയോട്. അമ്മ പുറത്തിരിഞ്ഞ് നിൽക്കല്ലേ? നിന്റെ അമ്മയുടെ പുറകിലുണ്ട് 3 കണ്ണ്. അതൊന്നുമല്ല, നമ്പീശൻ വാതിലിന് പുറകിൽ ആരോട് ഇല്ല, നിനക്ക് തോന്നിയതാവും. തോന്നിയതൊന്നുമല്ല, ഞാൻ കണ്ടതാ. നിങ്ങൾ ഇങ്ങോട്ട് മാറി നിൽക്കേ, ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ സമ്മതിക്കില്ല. എന്താ? ഈ വീട്ടിൽ എന്റെ വാക്കിനൊരു വിലയില്ല. ഞാൻ പറഞ്ഞ ആർക്കും വിശ്വാസവും ഇല്ല. എങ്ങനെ വിശ്വസിക്കും? ആക്കടുത്ത കള്ളല്ലേ പറയുള്ളൂ. ഇങ്ങോട്ട് മാറ് മനുഷ്യ. ഞാൻ മാറില്ല. ഞാൻ മാറില്ല. ഞാൻ മാറില്ല. അയ്യോ, ആരാടി വാതിലിന്റെ പുറകില്? നിന്റെ അമ്മയുടെ നായരാ? എവിടെടി? നീ ആരടി കണ്ടത്? നിനക്ക് ആരെയടി കാണണ്ട? പറയടി. അധികം സംസാരിക്കൊന്നും വേണ്ട. സംസാരിക്കും. ഇവിടെ ആരാ വന്നിട്ടുണ്ട്? ആരാച്ചാര്? എനിക്കറിയാം. വീട്ടിൽ ആരാ വന്നിട്ടുണ്ട്? അവർക്ക് വേണ്ടിയാ താൻ ജ്യൂസ് ഉണ്ടാക്കി. ജ്യൂസ്? കിണിക്കണ്ട.
പുറത്തൊരു കാർ കിടപ്പുണ്ടല്ലോ. കാറോ? പുക്കാറൊന്നുമല്ല, കാറ്. തനിക്കിപ്പോ ചെവിയും കേട്ടുടാതായോ? ഇവിടെ ആരും വന്നതല്ലെന്നേ. ഇവിടെ വന്നതല്ലെങ്കിൽ ഇവിടത്തെ മുറ്റത്ത് എങ്ങനെയാ കാർ കിടക്കുന്നത്? സത്യം പറയണോ? ആർക്കാ ജ്യൂസ് ഉണ്ടാക്കിയത്? ഞാനോ ജ്യൂസ് കുടിക്കില്ല. ഞങ്ങളാണെങ്കി ഇവിടെ ഇല്ല. പുറത്തൊരു കാർ കിടപ്പുണ്ട്. സത്യം പറഞ്ഞോണം, ഉരുണ്ട് കളിക്കരുത്. പാപ്പിക്ക് ഞാൻ നിന്റെ ജ്യൂസ് റെഡിയാ. ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് ആണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഓക്കെ, ദാറ്റ്സ് ഓൾ റൈറ്റ്. അപ്പൊ കേട്ടോ നമ്പീഷ, കേസിന്റെ പൊസിഷൻ ഇപ്പൊ ഇങ്ങനെയാണ്. വാദിയും പ്രതിയും ഒരേ മുറിയിലായതുകൊണ്ട് രക്ഷപ്പെടണമെങ്കിൽ ഒരു സാക്ഷി വേണം. പിന്നെ ആ ടോയ്ലറ്റിലെ ഫ്ലഷ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ആരെങ്കിലും വിളിച്ചൊന്ന് നന്നാക്കണം. നിങ്ങൾ ആരാ? ഇതാണോ ചേട്ടൻ നേരത്തെ ആ പറഞ്ഞ താടക? എപ്പോ? നമ്പീശ, എന്നെ താടകാന്ന് വിളിച്ചേ. ഞാൻ ഒരു നാടകത്തിന്റെ കാര്യം പറഞ്ഞതാ. അതല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞില്ലേ ഈ വീട്ടിലൊരു താടകയുണ്ടെന്ന്. അവരിവരാ? നമ്പീശ, ആര്? അതെ, കേസിനെടുത്ത നാടക. ഏത് കേസ്? പൂച്ച കച്ചവടത്തിന്റെ കേസ്. അതെ, പൂച്ച അത് കച്ചവടം. നഷ്ടമായിരുന്നില്ലേ? പൂച്ച നഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കച്ചവടം തുടങ്ങിയപ്പോ ലാഭമായിരുന്നു. അപ്പൊ എന്തായിരുന്നു കേസ്? അത് കൊലപാതകം. പൂച്ച അച്ചാറിനെ കൊന്നാ? പൂച്ച ആറിനെ കൊന്നാ? അച്ചാറ് നിന്ന് പൂച്ച ചത്ത്. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഏത് കേസ്, ഏത് അച്ചാറ്, ഏത് പൂച്ച? ആരാ ഇയാള്? എന്റെ പേര് ജനാർദ്ദന പൈ. ഈ പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരെ? പയ്യൻ കോ എന്ന് കേട്ടിട്ടുണ്ടോ? ആഹാ. പയ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആ. അത്ര അറിഞ്ഞാൽ മതി. ഞാൻ ഈ സാറുമായിട്ട് ഒരു കേസിന്റെ ഡിസ്കഷന് വന്നതാ. ഞാൻ വന്നപ്പോ നിങ്ങളെ കണ്ടില്ലല്ലോ. ഞാൻ ടോയ്ലറ്റിലായിരുന്നു. വെളിയിൽ കിടക്കുന്ന കാറ്? അതെ, എന്റെ കാർ. വഴിയിലാണോ കാർ ഇടുന്നത്? ഞങ്ങളൊക്കെ സാറിന് വഴിയിലാണ് കാർ ഇടുന്നത്. ഇവിടെ ഇങ്ങനെ പുരപ്പുറത്താണ് കാർ ഇടുന്നത്. ആണോ നമ്പീഷ? അല്ലല്ല. ഓക്കെ, സോറി. അപ്പൊ കേസിന്റെ കാര്യം നാളെ നമുക്ക് കോർട്ടിൽ വെച്ച് ഡിസ്കസ് ചെയ്യാം. ബൈ. അമ്മേ, ദേ ഒരു മാല. മാലയോ? ഇതേതാ ഈ മാല? മാല ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? ഓ, ഇപ്പോഴെങ്കിലും ഇത് തോന്നിയല്ലോ. എനിക്കിഷ്ടായി. ഇഷ്ടായല്ലേ? എനിക്കറിയാം ഇഷ്ടാവൂന്ന്. മാല ഇഷ്ടായി, നമ്പീശനെ ഇഷ്ടായി. സത്യം പറഞ്ഞ കുറെ നാളായിട്ട് ഇപ്പോഴാ നമ്പീശനെ ഇഷ്ടായത്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഏയ്, അതെന്റെ ചേട്ടനായിരുന്നു. ഡ്രൈവർ ഇല്ലാത്തതുകൊണ്ട് എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നതാ. ആളിത്തിരി പട്ടനാ. ഇടയ്ക്ക് കുറച്ചു കാലം അസുഖമായിട്ട് ആശുപത്രിയിലായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഇനി വരില്ല. ഏട്ടൻ എന്നെ കാണണമെന്നില്ലേ? പിന്നെ അതുകൊണ്ടല്ലേ വിളിച്ചത്. നാളെ കാണണം. ഒറ്റയ്ക്ക് വന്നാൽ മതി. എവിടെ? കോർട്ടിലോ? ബാന്ദ്ര ടാങ്കിന് പുറകുവശത്തുള്ള റോഡിൽ നമ്പർ 22. ഓ, നിങ്ങൾ വിൽക്കാനിട്ടിരിക്കുന്ന ആ വീടല്ലേ? പക്ഷേ എന്റെ മാല കൊണ്ടുവരാൻ മറക്കരുതേ. വേണ്ട, ഇനി വൈരമാല വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. കടക്കാര് തിരിച്ചു ചോദിക്കുന്നു. തന്നോട് ആര് പറഞ്ഞു കാശ് കടം വാങ്ങിക്കാൻ? അയ്യോ, അതല്ല, സ്വർണ്ണക്കടക്കാര്. അവര് മറ്റാർക്കോ വേണ്ടി പണിത മാലയാ. അബദ്ധത്തിന് നമ്മുടെ തന്നതാ. അതാ തിരിച്ചു ചോദിക്കുന്നത്. എടോ നമ്പീശ, ഓ, തനിക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂ? എന്നാ കേട്ടോ, കേൾക്കാം. എന്ത് വന്നാലും ഈ മാല ഞാൻ തിരിച്ചു തരാൻ പോകുന്നില്ല. എനിക്ക് ആ മാല തന്നെ വേണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതിലും മനോഹരമായ ഒരെണ്ണം ഞാൻ. വേണ്ട, അതെന്റെ അമ്മ മരിക്കും മുൻപ് എനിക്ക് തന്നതാ. എന്റെ അമ്മയെ കുറിച്ചുള്ള ഓർമ്മ. എലീന കരയണ്ട, ഞാൻ ആ മാല എങ്ങനെയെങ്കിലും തിരിച്ചു മേടിച്ചു തരാം. എനിക്കറിയാം, ഞാൻ എന്ത് ചോദിച്ചാലും തരൂന്ന്. ചേട്ടന്റെ ആ ബാങ്ക് മോഷണ കേസില്ലേ, അതിലെ ആ പ്രതി ശരിക്കും മോഷ്ടിച്ചതാ? അവൻ കള്ളന് കഞ്ഞി വെച്ചവനല്ലേ, അവൻ തന്നെ മോഷ്ടിച്ചത്. എന്നാ പിന്നെ ആ പണം എവിടെ ഉണ്ടാവുക? അതൊരു രഹസ്യമാണ്. ആരാ? 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 ആരുമില്ല. ആഹാ, കഴിഞ്ഞ തവണ എലീന എന്നെ കാണാന്നപ്പോ വീട്ടിൽ രേഭ്യം കയറി വന്നല്ലോ. അവന്റെ പേരെന്താ പറഞ്ഞേ? മാപ്പോ? മാളിയേക്കൽ അവറ പത്രോസ് ചെറിയൻ. മാപ്പ് ചെറിയൻ എന്ന് വിളിക്കും. എന്റെ പേര് എലീന ചെറിയൻ എന്നല്ലേ? ചേട്ടൻ അറിയാതെ ഒറ്റയ്ക്കാ ഞാൻ വന്നത്. അവനെ കണ്ട എലീനയുടെ സഹോദരനാണെന്ന് പറയില്ല. തന്ത വേറെയാണല്ലേ? എങ്ങനെ മനസ്സിലായി? ആ തെണ്ടിയുടെ സ്വഭാവം കണ്ടല്ലോ അറിഞ്ഞൂടെ അവൻ നല്ല തന്തയ്ക്ക് പറഞ്ഞവനില്ലെന്ന്. അവന്റെ തന്ത ഏതേലും തോട്ടിയായിരിക്കും. അതും വല്ല തെണ്ടിത്തോട്ടി. തെണ്ടിത്തോട്ടി തന്ത. തെണ്ടിത്തോട്ടി തന്തയ്ക്ക് പിറന്നവൻ.
പക്ഷെ അവന്റെ സ്വഭാവം പല തന്തയ്ക്ക് പറഞ്ഞവന്റെ. തെണ്ടിത്തൊട്ടി പല തന്തയ്ക്ക് പറഞ്ഞ തന്തയില്ല പന്നി. ആ പന്നിയുടെ പേര് മാപ്പ്, അവന്റെ അപ്പന്റെ പേര് ചെറിയാൻ, അപ്പൂപ്പന്റെ പേര് ചെറിയാൻ. അതെ, പറഞ്ഞതെല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. ആരുടെ തന്തയാ തെണ്ടി? എന്റെ തന്തയാ തെണ്ടി. പോരെ പോരാ. എന്റെ തന്ത തെണ്ടി, തോട്ടി, പട്ടി, പന്നി. അപ്പൊ താൻ? ഞാൻ തെണ്ടിയുടെ മോൻ, തോട്ടിയുടെ മോൻ, പട്ടിയുടെ മോൻ, പന്നിയുടെ മോൻ. ഞാൻ? അയ്യോ, അങ്ങ് ലോകത്തിലെ ഏറ്റവും വലിയ മഹാൻ, എന്റെ അച്ഛൻ മഹാത്മാവ്. ഇനി താരുടെ തന്തയ്ക്ക് പറയോ? ഇല്ല, മേലിൽ ഞാൻ ആരുടെയും തന്തയ്ക്ക് പറയില്ല. ഇനി താൻ എന്റെ പെങ്ങളെ കയറി പിടിക്കോ? ഇല്ല, ഞാൻ ഇനി അവളെ കാണുക പോലും ഇല്ല. കണ്ടോന്ന് ഞാൻ അറിഞ്ഞ എന്നെ കൊന്നോ? ഇപ്പൊ എന്നെ വിട്ടേരെ. നമ്പീശ, എവിടെ അവൻ? എന്റെ കൂടെ വാ. നേരെ പോയാ മതി. ഹലോ. ഇവൻ എന്താ ഇവിടെ? കുട്ടി എന്താ ഇവിടെ എന്നാ ചോദിച്ചത്? അവന്റെ അച്ഛന്റെ പ്രസവം ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. ഞാനുണ്ട് കൂടെ. പെങ്ങളെ ഗോവിന്ദൻകുട്ടിന്റെ ഒരു ഗോവിന്ദൻകുട്ടി നയാ ആത്മീയ അഡ്മിറ്റ് കരായെ കിതറേ. എന്നെ കുഴിയിലാക്കാനായിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കാനുള്ള തെണ്ടി, എനിക്കെതിരായിട്ട് സാക്ഷി പറഞ്ഞ തോളെ കൈയിട്ട് ഇറക്കാനുള്ള പരട്ട പന്നി. സർജറി വേണോ വേണ്ടെന്ന് ഉടനെ അറിയാം. ഏതായാലും തല ഷേവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യൂ. ഇതെന്താ ബാർബർ ഷോപ്പാ? കട്ടിങ്ങും ഷേവിങ്ങും ഒക്കെ. ബ്രെയിൻ ഓപ്പറേഷന് മുമ്പ് തല ഷേവ് ചെയ്യേണ്ടി വരും. അയ്യടി, എന്നാ പിന്നെ ഒരു കഴുതേക്കടെ വിളി. തല മുട്ട അടിച്ച് പുള്ളി കുത്തി ഞാൻ അതിന്റെ പുറത്ത് കയറി പോവാം. കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞോ, ഈ ഏടാകുടത്തിനൊക്കെ പോവാൻ ഓരോന്ന് ചെയ്യുമ്പോ ആലോചിക്കണമായിരുന്നു. ദൈവമേ, ഈ ശിവരാമൻ എവിടെ പോയി കിടക്കുന്നു? അവരിപ്പോ ഇനി വന്ന് ഷേവിങ് അങ്ങ് തുടങ്ങും. കുത്തരുത്. क्या हुआ? ये आदमी तो पागल हो गया है, इसने डॉक्टर पर हाथ उठाया। എന്ത് പറ്റി ഡോക്ടർ? ഇയാൾക്ക് പ്രാന്താ. വെറുതെ കിടന്ന് വഴിയെ പോകുന്നവരൊക്കെ തെറി വിളിക്കുക. എന്നെ തല്ലി. ഇഞ്ചക്ഷൻ കൊടുക്കാൻ വന്ന നഴ്സിനെ കുത്താന്ന് വിളിച്ചു. പോക്കിരിത്തരത്തിന് ഒരു അതിരില്ലേ? അവിടെ കിടക്കട്ടെ. ഇനി 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കത്തുള്ളൂ. അച്ഛാ, എന്താ ഇത്? कहीं मत जाना। ഇവിടെ എവിടെങ്കിലും ഉണ്ടാവും. അയ്യോ, ഇവനെ ഈ നമ്പീശൻ ആവിയായിട്ട് മേലെ പോയോ? എന്റെ ഈശ്വര. ഈ നമ്പീശൻ എവിടെ പോയി? നമ്പീശ, ഇത് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകണ്ടല്ലോ. എവിടേക്കിത്? നമ്പി ചേട്ടൻ ഇവിടെ ഒന്ന് ഒപ്പിട്ടോളൂ. ഒപ്പം തന്നെ ഓപ്പറേഷൻ ഇടയില് ആള് മരിച്ചു പോയാ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തം ഇല്ലാന്ന് വരുത്താൻ വേണ്ടപ്പെട്ടവർ ഒപ്പിട്ട് കൊടുക്കണം. മതി. പൊളിയുന്നെങ്കിൽ പൊളിയട്ടെ. പോലീസല്ല, പട്ടാളമല്ല, ആരെങ്കിലും ഒന്ന് പിടിച്ചോട്ടെ. എന്റെ തല വെട്ടിക്കീറാൻ ഞാൻ അവന്മാരെ സമ്മതിക്കത്തില്ല. അതങ്ങ് കയ്യിലിരിക്കത്തേ ഉള്ളൂ. ഞാൻ ഇപ്പൊ തന്നെ എന്ന് പറയാൻ പോവാ. ഞാൻ മഞ്ഞുണ്ണിയും കുഞ്ഞുണ്ണിയും ഒന്നും അല്ലെന്ന്. കൂടുതലൊന്നും പറയണ്ട. എന്താ നീ വേണമെങ്കിൽ ഇപ്പൊ തന്നെ ഓടിക്കോ. ഇതെല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞു നിന്റെ തലയിലേക്ക് വീടാൻ പോവാ. ചമ്മന്തി പരിവായി പോടി. തിയേറ്റേഴ്സ് റെഡി സർ. ഓപ്പറേഷന് മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണണം. കാണാലോ. എവിടെ എന്റെ കുഞ്ഞുണ്ണി? ഞാൻ കുഞ്ഞുണ്ണിയല്ല, നിങ്ങളുടെ കൊച്ചോനുമല്ല. പിന്നെ ഞാൻ ഗോവി. ആരാത്? ആരാണെന്ന്
എന്റെ ഒരു ഫ്രണ്ടാ ചാച്ചാ, എന്റെ കൂടെ അമേരിക്കയിലുണ്ടായിരുന്നാ ഡോക്ടറാ. ഇന്നലെ അമേരിക്കയിൽ നിന്ന് വന്നു. അപ്പൊ ഇവിടെ വരുമ്പോ നമ്മളിവിടെ താമസിക്കാന്ന് പറഞ്ഞിരുന്നേ. പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോ എനിക്ക് ബോധം പോയെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇവിടേക്ക് ഓടി വന്നു. അമേരിക്ക വെച്ച് ഇതൊരു പ്രാവശ്യം എനിക്ക് ബോധം പോയപ്പോ ഇവനാ വന്ന് രക്ഷിച്ചത്. ഭാഗ്യ ഇപ്പോഴും ഇവിടെ വന്ന് മരുന്ന് വന്ന് രക്ഷിച്ചു. ഈശ്വര, രാധികയില്ലേ ഇവിടെ? ഉണ്ട്. രാധിക അറിയോ ഡോക്ടർ ഗോപിയെ? അറിയും. ആ, ഡോക്ടർ ഗോപിയുടെ മുഴുവൻ പേരെന്താ? ഗോപിയാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണൻ. ആ, ഗോപാലകൃഷ്ണൻ. സാക്ഷാൽ ഭഗവാന്റെ പേരല്ലേ, അതാ ഇത്ര കൈപുണ്യം. മരുന്ന് രണ്ടും കിട്ടി. ഒന്ന് സ്കാൻ ചെയ്യണം. മരുന്നും മന്ത്രമൊന്നും വേണ്ട. ഈശ്വരൻ എന്റെ സേതുവിന്റെയും പ്രാർത്ഥന കേട്ടു, കുഞ്ഞുണ്ണിയെ രക്ഷിച്ചു അല്ലേ? അതെ, ശരിക്കും ഈശ്വരൻ തന്നെയാ രക്ഷിച്ചത്. അതെ. അല്ല, ബോധം കെട്ട് കിടന്ന ആളെ എണീറ്റ് നിന്നോ? അതെ, ദൈവം ഡോക്ടർ ഗോപാലകൃഷ്ണന്റെ രൂപത്തിൽ അവതരിച്ചു. ഞാൻ അവരെല്ലാം പോയി വിളിക്കട്ടെ. ഞാൻ പോയി അമ്മായി അറിയിക്കാം. ആ, നന്നായി. ഇനി എന്തായാലും ഓപ്പറേഷൻ തിയേറ്റർ ആവശ്യമില്ലല്ലോ. ആ, ജസ്റ്റ് എ സെക്കൻഡ്. എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. എവിടെ ഡോക്ടർ എവിടെ? ആ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഡോക്ടറെ ദൈവം അനുഗ്രഹിക്കും. താങ്ക്സ്. നീ വീട്ടിലോട്ട് പോ. അതെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഈശ്വര, താൻ ഇതെവിടെ പോയി കിടക്കായിരുന്നു? എനിക്ക് ഇടയ്ക്ക് ഒരു പ്രശ്നം പറ്റി. എന്ത് പ്രശ്നം? എനിക്ക് 1233 പ്രശ്നമുണ്ട്. എല്ലാം തന്നോട് പറയണമെന്നുണ്ടോ? ഇപ്പോഴത്തെ പ്രശ്നം ആദ്യം തീർക്കടോ. ആ ഗോവിന്ദൻ കുട്ടിയുടെ കൂടെ ഒരു ഫ്രോഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ അവിടെയാ ഒബ്സർവേഷൻ റൂം. ആദ്യം ആ ഗോവിന്ദൻ കുട്ടി എന്ന് പറഞ്ഞ ചെറ്റയിൽ ഇങ്ങോട്ട് തപ്പിയെടുക്കുക. മരിക്കണേന് മുമ്പ് എനിക്ക് ഒരു ആഗ്രഹമുള്ളൂ, ഒരു പിടി മണല് വാരി അവന്റെ മർമ്മസ്ഥാനത്തിടുക. എന്നിട്ട് അതിമ്മ കേറി നിന്ന് ഉപ്പിറ്റി വെച്ചിട്ട് ഇങ്ങനെ എടുത്തിരിക്കുമ്പോ കുമ്മാരി പൂജാരി, അതൊരു രസ. ഏത് യൂണിവേഴ്സിറ്റി മെഡിസിൻ പഠിച്ചെന്ന് പറഞ്ഞു? ഞാൻ അല്ല, ഏത് യൂണിവേഴ്സിറ്റി? ഏത് സ്ഥലത്തോട്ടാണോ എല്ലാരും കൂടെ അവൻ എന്താ അവന് പറ്റിയത്? കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ വിളിക്കണോ? ആരാ അത്? നമ്മുടെ നമ്പീശനാ. എന്താ നമ്പീശ? എലീനോട് എനിക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എന്റെ മനസ്സ് മുഴുവൻ നീയാണ്. പക്ഷെ കണ്ണടച്ചാ നീ നിൽക്കുന്ന ഫൈവിലോട്ട് അവൻ ചാടി വീഴും. ആ കാലമാടാ നിന്റെ ഏട്ടൻ മാപ്പു ചൊറിയാൻ. എന്തും ചെയ്യാൻ മടിക്കാത്ത എമ്പോക്കിയാണ് അവൻ. ചെകുത്താൻ ഭൂമി വന്ന് പറഞ്ഞിരിക്കുക അവന്റെ രൂപത്തിൽ. അമ്പമ്പോ, ഓർക്കാൻ കൂടി വയ്യ. തലകുത്തന്നെ മേളി. ഇത്ര പേടിത്തൊണ്ടനാണോ നമ്പിയേട്ടൻ? മതിച്ചു വരുന്ന മതയാനയുടെ മുമ്പിൽ മസിൽ വരയ്ക്ക് കയറി നിൽക്കുന്ന ധീരതയല്ല, വിവരക്കേടാണ് കുട്ടി. ആ വിവരക്കേട്ടിന് ഞാനില്ല. മനസ്സുകൊണ്ട് അറിയാതെ ഞാൻ നമ്പിച്ചേട്ടനെ സ്നേഹിച്ചു പോയി. ഇനി മറക്കാനാവില്ല. ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒളിച്ചോടിപ്പോവും. എലീന പറഞ്ഞ സത്യമാണോ? അതെ, എനിക്ക് ചേട്ടനെ മറക്കാനാവില്ല. അച്ചായ, എലി, എലി, എലീന നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാ. എലീന നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാന്ന് ആര് പറഞ്ഞു? ഞാൻ കണ്ടു. അവളും ആ നമ്പീശൻ വക്കീലും കൂടെ ലവ് ഒളിച്ചോടാനോ പ്ലാൻ. തുറക്കടോ. നമ്പീശ, എന്തോന്നാടോ ഇത്? അവന്മാരുടെ പണിയാ, എന്നെ അകത്ത് കേട്ടില്ല. എന്നാ താനിവിടെ വന്നോ. ഒരുത്തൻ വാലിന് തീ പിടിച്ചു പോലെ ഓടി വരുന്ന കാണാം, പിടിച്ചോണം. പോലീസ് വരുന്നവരെ പെട്ടരുത്. അവന്റെ അമ്മൂമ്മയുടെ കൊഞ്ഞുണ്ണി. തമ്പുരാനെ, തമ്പുരാട്ടി നമസ്കാരം. നമ്പീശനോ? ആഹാ, എല്ലാരും ഉണ്ടല്ലോ. എന്താ നമ്പീശ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നോ? കാലം കുറയായി തന്നെ കണ്ടിട്ട്. സപ്തതിക്ക് സാവിത്രി വന്നിരുന്നു, അന്നും തന്നെ കണ്ടില്ല. ഞാൻ ഇവിടെ നടക്കുന്നൊക്കെ ഇപ്പോഴാണല്ലോ അറിയുന്നത്. എന്ത് നടക്കുന്നത്? അല്ല, കുഞ്ഞുണ്ണി വന്നു എന്നറിഞ്ഞു. ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. കുഞ്ഞുണ്ണി, നീ കുഞ്ഞിലെ കണ്ടതല്ലേ?
അവനിപ്പോ വലിയ കുട്ടിയായി, കണ്ടാൽ അറിയില്ല. പക്ഷേ എന്നെ കണ്ടാൽ അവൻ അറിയും. നീ എങ്ങ ആള് മാറിപ്പോയല്ലടാ കുഞ്ഞുണ്ണി. ഒരുമാതിരി തേവിരുന്ന മുഖമൊക്കെ അങ്ങ് ചീർത്ത് വീങ്ങിയല്ല. നല്ല ചാപ്പാടായിരിക്കും ഇവിടെ. ഇനി വാ, ഞാനൊന്ന് വൃത്തിയായിട്ട് കാണട്ടെ. നമ്പീശൻ മാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ? നമ്പീശ, കുഞ്ഞുണ്ണിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. അവന് മനസ്സിലായി. ഇനി പലരും പലതും കൂടെ മനസ്സിലാക്കാനുണ്ട്. പൊന്നുമോൻ എന്താ അയ്യോ, എന്റെ സാരി. സാരി ഗമ കേറി പോടിയത്. ഞാനും നമ്പിച്ചേട്ടനായിട്ടുള്ള ബന്ധം തോമസ് അറിഞ്ഞു. ചേട്ടൻ അയാളുടെ കൈ കിട്ടി അയാൾ കൊല്ലൂന്നാ പറഞ്ഞിരിക്കുന്നത്. ജാമ്യം കിട്ടും മുൻപ് നമ്മൾ എങ്ങനെയും രക്ഷപ്പെടണം. ആ മാല കിട്ടിയേ തീരൂ. വെറുതെ പറയരുത്. ഓക്കെ ഓക്കെ. നമ്പീശേട്ടാ, നമ്പീശേട്ടാ, എല്ലാരും പുറത്തു പോയിരിക്കായിരിക്കും. എന്തായാലും വന്ന് കണ്ട് മാപ്പ് ചോദിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കള്ളൻ. പോട്ടെ, ഇത് ഇങ്ങനെ ചെറിയ കിടക്കട്ടെ. ഷാള് ഇതൊക്കെ പോട്ടെ. സംശയിക്കട്ടെ. അയ്യോ, നമുക്ക് പരിചയമുള്ള വീട്ടിൽ സൂക്ഷിക്കല്ല. നീ എന്റെ കാലനായിട്ട് എന്നെ വന്നിരിക്കുവാണോ? ആളെ മനസ്സിലായില്ല. മാപ്പ് 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 മാപ്പ്. ഈ മാപ്പ് പോണമെന്നൊക്കെ എനിക്കറിയാം. എന്നെ അഴിച്ചു വിടറ. ഇത്രയും വൃത്തിയായിട്ട സിനിമ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ചുമ്മാതല്ല നമ്മളെ കയറ്റി ഇരുത്തിയിട്ട് നമ്പീശൻ വെളിയിൽ പോയത്. എങ്കിലും മുഴുവൻ കാണാതെ പോയത് കഷ്ടമായി പോയി. ഒരു കഷ്ടമല്ല, ഇങ്ങനത്തെ സിനിമ കാണാതിരിക്കുന്ന നല്ലത്. അമ്മേ, കള്ളൻ, കള്ളൻ, കള്ളൻ. എന്ത് പറ്റി? അയ്യോ, എന്ത് പറ്റി? എന്ത് പറ്റി? എന്റെ ഈശ്വര, ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി? ഓടിവാ. ആരാ
ആരാണ്? ആശുപത്രിക്കാരും പിടിച്ചു പറിക്കാരും പോകറ്റെടുക്കാരും ആരാ? അയ്യോ നമ്പുരാനോ? ആര് സാധിച്ചോ? അതെ. ആ പോക്കറ്റടിക്കാരനെ പിടിച്ചോ? അയ്യോ അത് പോക്കറ്റടിക്കാരനല്ല, നമ്പീശനാ. നമ്പീശൻ? അയാള് വക്കീല് പണി നിർത്തിയോ? അയ്യോ അതല്ല, വീട്ടിൽ ആരോ ഒരു കള്ളം കയറി ഇടിച്ച് ഈ നിലയിലാക്കി. വാ തുറക്കാൻ വയ്യ. ഞാൻ പറഞ്ഞത് കേക്ക്. ഡോക്ടർ ഇപ്പൊ വരും പറഞ്ഞില്ലേ? ഇങ്ങോട്ട് കിടക്ക്. ലേജോ ആ കളിയുണ്ട്. എന്താ 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 സ്ലിപ്പായി കൂടെ? हरामजादे! क्या समझ गया क्या? दूसरा कोई नहीं मिला? क्या अपने बाप को गोली में जाके पाए? നമ്പീശനെ എങ്ങോട്ട് കൊണ്ടുപോയെന്ന് അറിഞ്ഞില്ലല്ലോ. ഏത് വാർഡാണെന്ന് അറിഞ്ഞില്ലല്ലോ മോളെ. ഇതെവിടെ വേണം സ്ഥലം? कहाँ भाग रहे हो? चलो ले जाओ. कहाँ ना हिलो मत. എലീനയുടെ ഐഡിയ കൊള്ളാം. അതെന്താ? ആ കാലമാടം പല്ല് പറിച്ച ശേഷം ഇങ്ങനെ ഒരു സൈഡിൽ കൂടി വിസിൽ വെക്കൊണ്ടിരിക്കും. തോമാച്ചന്റെ ലോക്കറിൽ നിന്ന് പണം എടുത്തിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങാം. ഏത് ബാങ്കിലാ അയാളുടെ ലോക്കർ? ATC ബാങ്കിലെ നമ്പർ 32 സാവിത്രിയുടെ പേരിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ താക്കോല് തോമാച്ചന്റെ അല്ല. പണമില്ലല്ലോ, സാരമില്ല, നമുക്ക് ഒളിച്ചോടാം. മാലയുടെ കാര്യം എന്തായി? ഓ സോറി, ഞാനത് മറന്നു. How sweet of you, നമ്പിയേട്ടാ. I love you. നമ്പിയേട്ടാ, I love you. ഇനി മുതൽ ചേട്ടൻ എന്റെയാ. ഞാൻ ചേട്ടനെ ആർക്കും വിട്ടുകൊടുക്കില്ല. We are going to enjoy this evening. Wise decision. रात दिन सुबह शाम ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. പിന്നെ നമ്പിയേട്ടന്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യണ്ടേ? അല്ലാതെ എങ്ങനെ എന്നെ കിട്ടുന്നേ? അവളോട് പണി നോക്കാൻ പറ. അവൾ എന്റെ ഭാര്യയല്ല, ശൂർപ്പണഖ. എലീനയാണ് എനിക്കിനി എല്ലാം. നിന്റെ മുമ്പിൽ എന്റെ ഭാര്യ വെറും ചൊറി തവളയാണ്. നമ്മൾ രണ്ടും മാത്രമുള്ള സ്വർഗത്തിലേക്ക് അവള് കടന്നു വന്നാലേ അവളുടെ മുഖത്ത് ഞാൻ കാർക്കിച്ച് തുപ്പും. വൃത്തികെട്ട ശവം, മൂത് കിഴവി. പണ്ടാരം അടങ്ങാൻ ബിനി ഉടക്കി. എലീന, ഇതൊന്നൊന്ന് ഊരി തന്നെ. സാരിയൊക്കെ എടുത്ത് കിടില കേസായിട്ട് വന്നിരിക്കണല്ലേ. കള്ളക്ക്